സുഹൃത്തുക്കളെ, കേരളത്തിൽ റീച്ചിന് വേണ്ടി മറ്റുള്ള പുരുഷന്മാരുടെ ജീവിതം വെച്ച് കളിക്കുന്ന കുറേ അവളുമാരുണ്ടെന്നും പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഒരു ഒരാഴ്ച മുമ്പ് ചെയ്തതാണ്. ഒരു അപ്സ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു പാവം പിടിച്ച് ഒരുത്തൻ വണ്ടി ബസ്സിലിരുന്നപ്പം ഒരു വീഡിയോ ഇറക്കി. അന്ന് ഞാൻ പറഞ്ഞതാണ്, ഇനിയുള്ള കാലം ബസ്സിൽ കയറുമ്പോൾ പുരുഷന്മാർ വളരെയധികം ശ്രദ്ധിക്കണമെന്ന്. ഇതുപോലെ റീച്ച് ഉണ്ടാക്കുന്ന കുറേ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ അങ്ങനൊരു വീഡിയോ നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പാവം പിടിച്ച ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഈ ഒരു വാർത്ത എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഇത് ഒരു വീഡിയോ ചെയ്തതാണ് ഒരാഴ്ച മുമ്പ്. ഈ അപ്സ എന്ന് പറയുന്ന പെണ്ണിൻ്റെ ഇതേ കേസിൽ ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്തതാണ്. പക്ഷെ ഇന്ന് അത് യാഥാർത്ഥ്യമായിരിക്കും. ഞാൻ അന്ന് ഇത് പറഞ്ഞതാണ്, പുരുഷന്മാർ ബസ്സിനകത്ത് കയറുമ്പോൾ നമ്മളത് എത്രത്തോളം കെയർ ചെയ്യണം. നരമ്പന്മാരായ പുരുഷന്മാരുണ്ട്, അത് അങ്ങനെയുള്ളവരുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ നിരപരാധികളായ ആൾക്കാർ ഇതുപോലുള്ള വീഡിയോ കാരണം ഇതുപോലെ റീച്ച് ഉണ്ടാക്കാൻ കുറേ അവളുമാർ കച്ച കെട്ടി ഇറങ്ങിയിട്ട് ബസ്സിനകത്ത് കയറിയിട്ട് ഇതുപോലെ സാധാരണപ്പെട്ട ഇതുപോലെ നിരപരാധിയായ പുരുഷന്മാരുടെ ജീവിതം വെച്ച് പന്താടുന്ന ഇതുപോലുള്ള താടകന്മാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അന്ന് ഞാൻ പറഞ്ഞതാണ്. ഇപ്പം അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഒരു ജീവനും കൂടെ പൊലിഞ്ഞിരിക്കുന്നു ഇതുപോലുള്ള താടകന്മാർ കാരണം. ഇനി ഇത് വെച്ച് ഉറപ്പിക്കാൻ പറ്റത്തില്ല. ഇത് കേരളത്തിലല്ല, എവിടെ ആയാലും ഇത് വെച്ച് ഉറപ്പിക്കാൻ പറ്റത്തില്ല. ഇത് കാരണം വെച്ചാൽ ഇതിനെതിരെ ശക്തമായ ഒരു നിയമ നടപടി ഉണ്ടായേ പറ്റത്തുള്ളൂ. നമ്മൾ പല ആൾക്കാരും ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ്. പല ആൾക്കാരും ബസ്സിൽ യാത്ര ചെയ്യാണ്. തിരക്കുകൾ ഉണ്ടാകാം, സ്വാഭാവികമാണ്. നമ്മൾ മാറി നിന്നാലും ചിലപ്പം നമ്മുടെ ദേഹത്ത് ഒന്ന് ടച്ചായി പോകും, അല്ലെങ്കിൽ അങ്ങോട്ടും ടച്ചായി പോകും, ഇങ്ങോട്ടും ടച്ചായി പോകും. അത് ഉണ്ടാവുന്ന അല്ലാത്തുള്ളൊരു ബസ്സിനല്ലെങ്കിൽ കാറിനോ അല്ലെങ്കിൽ അല്ലാതുള്ള ടാക്സി പിടിച്ചോ പോട്ടെ, ബസ്സിലാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷേ ഞരമ്പന്മാരും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകണം. പക്ഷേ എല്ലാവരെയും ഒരേ കണ്ണുകൂടെ കണ്ടിട്ട് ഇതുപോലുള്ള പാവം പിടിച്ച സാധാരണക്കാരൻ്റെ ജീവിതം വെച്ച് പന്താണ് ഇതുപോലുള്ള കൂതറ താടകന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കുക തന്നെ വേണം.